ഏട്ടൻ എങ്ങോട്ടാ പോയത്? പണം കിട്ടിയോ ഏട്ടാ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? എന്താ ഏട്ടാ ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? എന്താ ഏട്ടാ ഉണ്ടായി? ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്താരാ? സാർ, ഞാൻ സാറിനെ കാത്തിരിക്കായിരുന്നു. ഈ കേസ് ഷീറ്റിലൊന്ന് സൈൻ ചെയ്ത് തരണം. നിങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഉടനെ സർജറി ആരംഭിക്കാൻ പോവുക. 100% സർജറി സക്സസ്ഫുൾ ആയിരിക്കും. സാർ, 1 രൂപ പോലും തരേണ്ട ആവശ്യമില്ല. സൈൻ ചെയ്യൂ സാർ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മാഡം. എന്തായാലും സാറിവിടെ എത്തിയല്ലോ, ധൈര്യമായിട്ടിരിക്കേ. എന്റെ സ്റ്റാഫിനെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് കോഫിയോ ടീയോ ടിഫിനോ എന്ത് വേണേലും കൊണ്ടുവന്ന് തരാൻ പറയാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. നമസ്കാരം സാർ. ഹോസ്പിറ്റലിലേക്ക് ആരെ വിളിച്ചെന്ന് കണ്ടുപിടിച്ചായിരുന്നോ? ആ 20 ലക്ഷം ആരെ കൊടുത്തെന്ന് മനസ്സിലായോ? സോറി സാർ, ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ആ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ഇഡിയറ്റ്, ഒരു ചെറിയ ഇൻഫർമേഷൻ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? എടോ, സ്റ്റാഫിനെ ആരെങ്കിലും കൈക്കൂലി എടുത്ത് കൂടെ നിർത്താൻ നോക്ക്. ആ വഴിയും ട്രൈ ചെയ്തു സാർ. എത്ര പണം കൊടുത്താലും മാറ്റർ ആരും തുറന്നു പറയുന്നില്ല. അഭിറാം സാറിനും ചീഫ് ഡോക്ടറിനും അല്ലാതെ ആ പേഴ്സൺ ആരാണെന്ന് മറ്റാർക്കും അറിയില്ല സാർ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ സാർ. ഇലയിട്ട് പരിപ്പും സാമ്പാറും അവിയലും തോരനും പപ്പടം കൂടി കൂട്ടി കുഴച്ച് പായസമായിട്ട് തിന്നെ സാർ. ഫാക്ടറിയിലേക്ക് പോടോ, വേറെന്ത് ചെയ്യാനാ? തന്നെ കൊണ്ട് ഒരു ചുക്കിനും കൊള്ളില്ല. യൂസ്ലെസ് ഫെല്ലോ. സോറി സാർ. പോടോ. ഇനി എന്ത് ചെയ്യും ഏട്ടാ? അമ്മേ, കുറച്ചു നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് അനുവിനെ കാണണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പോമേ, കണ്ടിട്ട് വരൂ. ഭാവനെ, വേണമെങ്കിൽ നീയും കൂട്ടിന് പോയിട്ട് വാ. എന്താമേ ഇങ്ങനെ ചിരിച്ചേ? എന്തൊരു വിശാല മനസ്കതയാ നിങ്ങൾക്ക്. നിങ്ങളെ പ്രസവിച്ചത് ഞാൻ തന്നെയാണോന്ന് എനിക്ക് തന്നെ അതിശയം തോന്നുക. പോകണോന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു. കതകും പൂട്ടി മുറിയിൽ അടച്ചിട്ടു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു പോയി കണ്ടിട്ട് വന്ന്. അതപ്പോ അങ്ങനത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു പോയതാ. വല്ലാത്ത കരുണയുള്ള മനസ്സാണല്ലോ. ഇത്രയും നാള് നിങ്ങൾക്ക് വിവരമില്ലെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ അളവിലധികമായ അറിവ് നന്നായി ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അനുവിനെ കാണും. അതോടെ വിടില്ലല്ലോ. ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്തതാരെ, 20 ലക്ഷം സഹായിച്ചതാരെ എന്നൊക്കെ അബിയോട് ചോദിക്കാൻ പറയും. അവനൊരു പാവല്ലേ, എല്ലാം പറയും. തിരികെ ഞങ്ങൾ വീട്ടിൽ വരും. നിങ്ങള് ഞാൻ പ്രസവിച്ച മക്കളല്ലേ. നിങ്ങളോട് എനിക്ക് അതിര് കവിഞ്ഞ സ്നേഹമുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ച ഉടനെ എല്ലാം ഞാൻ തുറന്നു പറയും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും അബിയെ സഹായിച്ചത് ആരാണെന്ന് ഞാനായിട്ട് പറയും. അതല്ലേ നിങ്ങൾക്കിപ്പോ ആവശ്യം. ആ കുഞ്ഞ് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. അബിയെ ആര് സഹായിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയല്ലേ. ഇനിയെങ്കിലും മനസ്സ് മാറ്റടാ. എന്നായിരുന്നാലും സൽഗുണവും മനുഷ്യത്വവും മാത്രമേ ജയിക്കൂന്ന് മനസ്സിലാക്കടാ. മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കടാ.
അമ്മേ, അവർക്ക് വേണ്ടി അല്ലെങ്കിലും അനുവിന് വേണ്ടി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത് നന്നായിരിക്കും തോന്നുന്നു. അതെ എടുത്തി, അനുവിനിപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഏത് മുഖത്തോടെയാ നമ്മള് അനുവിനെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? എന്റെ ആഭരണം വിറ്റിട്ടെങ്കിലും എന്റെ പേരക്കുട്ടിയെ ഞാൻ രക്ഷിക്കുമെന്ന് അബിയോട് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പക്ഷെ വീട്ടിനുള്ളിൽ എന്നെ തടവിലിട്ടു. കാശ് അന്വേഷിച്ചു വന്ന അബിയെ പോലും എന്നെ കാണാൻ അനുവദിച്ചില്ല. ഹോസ്പിറ്റലിൽ പോയി വസുവിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവര് കഷ്ടത്തിലിരുന്നപ്പോ അവരെ സഹായിക്കാൻ കഴിയാത്ത എനിക്ക് അവരുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയും? അതും ശരിയാണമ്മേ. ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നാലും അറിയാതെയാണെങ്കിലും നമ്മളും അഭിയും വസുവിനെ ചതിച്ചിട്ടുണ്ട്. അനുവിന് ചെറിയൊരു സഹായം പോലും ചെയ്യാൻ പറ്റിയില്ല. ഇവരെ പോലെ തന്നെ നമ്മളും കുറ്റവാളികളാ. അതുകൊണ്ടാ എനിക്ക് പോകാൻ തോന്നാത്തത് ഭാവനെ. ഈശ്വരൻ ഏതോ ഒരു രൂപത്തിൽ വന്ന് അനുവിനെ രക്ഷിച്ചിരിക്കുന്നു. അത് മതി എനിക്ക്. ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? അത് ആരായിരിക്കും? സർ, സർജറി സക്സസ്ഫുൾ ആയി സർ. കുഞ്ഞിന് ഇനി ഒരു കുഴപ്പമില്ല. 10 മിനിറ്റിനുള്ളിൽ കണ്ണു തുറക്കും. വാർഡിലേക്ക് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്യും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി കാണാം. കഴിയുന്നതും വേഗം തന്നെ ഡിസ്ചാർജ് ചെയ്യാം സർ. അതിനുശേഷം നിങ്ങൾക്ക് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എന്താ ഡോക്ടർ ഇത്? ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ പേഷ്യന്റിനെ എങ്ങനെ വീട്ടിലേക്ക് അയക്കും? ആശുപത്രിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ അറേഞ്ച് ചെയ്യാം. ഒരു സീനിയർ നഴ്സിനെ ഞങ്ങൾ അയച്ചു തരാം. മോർണിംഗും ഈവനിങ്ങും ഒരു ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്യും. മെഡിസിൻസ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സാർ എന്ത് പറയുന്നു? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടിയെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാൽ ഞങ്ങൾക്ക് കോൾ ചെയ്യൂ സർ. ഞങ്ങളുടെ ഹോസ്പിറ്റൽ ആംബുലൻസ് അല്ലല്ല, ഞാൻ തന്നെ നേരിട്ട് വന്ന് നിങ്ങളെ ട്രീറ്റ് ചെയ്യാം. നിങ്ങളെ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യാം സർ. നോ നീഡ്. ഡോക്ടർ, കുട്ടിയെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് കുട്ടിയെ കാണണമെങ്കിൽ ഇപ്പൊ കാണാം. ഇനിയിപ്പോ നിനക്ക് എന്താ അനിയാ പറയാനുള്ളത്? എല്ലാം ഓക്കെയാണ്, പക്ഷേ
ഏട്ടൻ മാത്രം കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്തിയില്ല. പ്രചരണമൊക്കെ നന്നായി തന്നെ നടത്തി, പക്ഷേ വോട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ് സത്യം. നിന്നെ പോലൊരു കാൻഡിഡേറ്റാ പറഞ്ഞത്. നിന്റെ ചേട്ടനാണെങ്കിൽ ഒരു പേടിത്തൊണ്ടനുമാണ്, നിനക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ എക്സ്പീരിയൻസും ഇല്ല. ഇനിയൊരു വശത്ത് പിടിവാശിക്കാരനാണെന്നും പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മോനെ? മിക്ക കാര്യങ്ങളും ഓക്കെ സാർ, പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രം. ഓ, ആ മനസ്സിലായി മനസ്സിലായി. വോട്ടിടാനായി വോട്ടർമാർ വന്നില്ലെങ്കിൽ അയാൾ വെറുതെ വിടുവോ? പണമോ മദ്യമോ ബിരിയാണിയോ കൊടുത്ത് കാല് പിടിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്ത് വരെ കൊണ്ടുവരും. അത് ഒരു വശം. ഉത്സവത്തിന് ആട് വന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കുവോ? അതിന്റെ കഴുത്തിൽ മാലയിട്ട് ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തല വെട്ടിക്കളയും. ഇത് വേറൊരു വശം. കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം, കേട്ടില്ലെങ്കിൽ ഭയപ്പെടുത്തണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ സ്വന്തം ഏട്ടനല്ലേ. ബിസിനസ്സിൽ സെന്റിമെന്റ്സിനൊന്നും പ്രാധാന്യമില്ല നീയാ. കാൽക്കുലേഷനാണ് പ്രധാനം. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു നല്ല വഴി പറയൂ MLA സാർ. എങ്ങനെയെങ്കിലും എന്റെ മരുമകനെ നിങ്ങളുടെ പാർട്ട്ണർ ആക്കണം. മരുമകനോട് നിങ്ങൾക്കുള്ള സ്നേഹം കാണുമ്പോ ഇവൻ നിങ്ങളുടെ മരുമകനാണോ അതോ മകനാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു അംബികാദേവി. നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ചോദിക്കുമ്പോ ഞാനൊരു പ്ലാൻ പറയാം. ഞാനൊരു 50 ലക്ഷം രൂപ തരാം, കൊണ്ടുപോയിക്കോ. അത്രയും ക്യാഷ് എന്തിനാ അങ്കിൾ? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നേ? എന്തായാലും നീ അംബികാദേവിയുടെ മകളല്ലേ, ആ സ്വഭാവം കുറച്ചെങ്കിലും കാണുമല്ലോ. ഞാനിപ്പോ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? 50 ലക്ഷം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ 50 ലക്ഷം രൂപ നിന്റെ ചേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ഫാക്ടറിയിൽ കൊടുക്കേണ്ടതാണ്, നാളെ രാവിലെ വാങ്ങിച്ചോളാന്ന് പറയും. രാത്രിയിൽ ആ പണം നീ തന്നെ അടിച്ചു മാറ്റ്. രാവിലെ നിന്റെ ചേട്ടൻ ആകെ ടെൻഷനാവും. ആഫ്റ്റർ ഓൾ 50 ലക്ഷം രൂപയല്ലേ ചേട്ടാ, അത് പോയെങ്കിൽ പോട്ടെ, എനിക്ക് എന്റെ ചേട്ടനാണ് എല്ലാം ഒന്ന് പറയേ. ആ സമയത്ത് നിന്റെ ചേട്ടൻ ഒരു കുറ്റബോധം തോന്നും. അത് പണമാക്കി മാറ്റ്. എന്തു പറഞ്ഞാലും അവനനുസരിക്കും. എക്സലന്റ് ഐഡിയ MLA സാർ. മാർവലസ് അങ്കിൾ. നീ ഒന്നും പറഞ്ഞില്ലല്ലോ അനിയ. എന്തൊക്കെ പറഞ്ഞാലും അതെന്റെ ഏട്ടനല്ലേ, അവനെ പറ്റിക്കെന്നൊക്കെ പറഞ്ഞ. എന്ത്? നിന്റെ ചേട്ടന് അഭിറാമിനെ പറ്റിച്ചതിനേക്കാൾ വലുതാണോ ഇത്? നീ നിന്റെ ഒരു സെന്റിമെന്റ്സും. അഭിറാമിന്റെ മോള് നിനക്കും മകളെ പോലെ അല്ലായിരുന്നോ? വീട് അന്വേഷിച്ചു വന്ന് 20 ലക്ഷം രൂപ ചോദിച്ചപ്പോ കൊടുക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അപ്പോഴില്ലാത്ത സെന്റിമെന്റ്സ് ഇപ്പോ ആവശ്യമുണ്ടോ? പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേ. നിന്റെ ചേട്ടനോട് ഡീല് സംസാരിക്കേ. നാളെ നമുക്ക് ഒരുമിച്ച് ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് ഡിന്നർ കഴിക്കാം. പോയിട്ട് വരാം സാർ. സ്വന്തം ഏട്ടനെ തന്നെ ചീറ്റ് ചെയ്യാനായിട്ടാണ് സാറ് പറഞ്ഞു കൊടുക്കുന്നത്. നാളൊരു ദിവസം ഇവൻ നമ്മൾ ചീറ്റ് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് സാർ? ജനങ്ങളെ പറ്റിക്കുന്ന നേതാക്കന്മാരുണ്ടാകുന്നതല്ലാതെ നേതാക്കന്മാരെ പറ്റിക്കുന്ന ജനങ്ങൾ ഉണ്ടാവില്ല. ഓമോ, അവൻ ചീറ്റ് ചെയ്യുന്നത് വരെ നമ്മളെന്താ കയ്യും കെട്ടി നോക്കി നിൽക്കുവോ? അതിനു മുമ്പ് നമ്മൾ അവന്റെ കഥ കഴിക്കില്ലേ അനിയ? അതിനാ സാർ സാറ് രാഷ്ട്രീയം നടത്തുന്നതും ഞാൻ സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്നതും. എന്റെ കൂടെ നീയും ഉണ്ടല്ലോ. നീയും രാഷ്ട്രീയത്തിൽ എന്നെ കണ്ടെല്ലാം പഠിച്ചോ? നോക്ക് എന്നും പറഞ്ഞ് പിന്നെയൊന്ന് കുത്തരുത് കേട്ടോ. അങ്ങനെ നീ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്റെ കഥ കഴിക്കും ഞാൻ. എന്തിനാ ഇനി ആലോചിക്കുന്നേ അഖിൽ? MLA സാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നിന്റെ ചേട്ടനോടുള്ള റിലേഷൻഷിപ്പിനെക്കാളും MLA സാറുമായുള്ള പാർട്ട്ണർഷിപ്പാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്. എത്ര വലിയ ആപത്തിന്നാ രക്ഷപ്പെട്ടിരിക്കുന്നേ. ഞാനാണെങ്കിൽ വല്ലാതെ പേടിച്ചു പോയി. നീ വീട്ടിലായതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടറിഞ്ഞില്ല. നീയും ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടന്റെ വിഷമവും ചേച്ചിയുടെ കണ്ണീരം കണ്ട് നീയും പേടിക്കുമായിരുന്നു. ഞാൻ തന്നെ വല്ലാതെ പേടിച്ച അവിടെ തന്നെ. എന്തു തന്നെ ആയാലും ദൈവാനുഗ്രഹം കൊണ്ട് അനുവിന് ഒരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തിയല്ലോ. അതല്ലേ ഏട്ടാ
ഈ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത് ആരായിരിക്കും? അത്രയും കാശ് കൊടുത്തത് ആരാ? ദൈവത്തെ പോലെ അവതരിച്ചത് ആരാ? അറിയില്ല പത്മ. ചേട്ടനത് പറഞ്ഞില്ല. എനിക്കും ചേട്ടനോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ചേച്ചി പോലും ചോദിച്ചില്ല. ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. ഏട്ടൻ എന്താ കാശ് കൊടുത്തവരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നേ? എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ചോദിക്കണമെന്ന് ചേച്ചിക്കും തോന്നിയില്ലേ? ആശുപത്രി വെച്ചൊന്നും ചോദിച്ചില്ല. ഇനി വീട്ടിലെത്തുമ്പോൾ ചോദിക്കുമെന്നറിയില്ല. അതെ ഏട്ടാ, കുട്ടികൾ ഉറങ്ങിയിട്ട് ഒരുപാട് നേരമായി. ഏട്ടൻ വരൂ, കഴിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. എനിക്ക് വിശപ്പൊന്നും ഇല്ല വസുന്ധര. ഏട്ടൻ ഇന്നലെ രാത്രി മുതലേ ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ശരി, ഞാനെന്നാ ഉറങ്ങാൻ പോവാ. ഏട്ടൻ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. വസുന്ധര, നിനക്കെന്നോട് എന്തെങ്കിലും ചോദിക്കണം തോന്നുന്നുണ്ടോ? പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ഏട്ടൻ എന്നോട് പറയുമല്ലോ. തനിക്ക് എന്താണെന്ന് അറിയണമെന്നില്ലേ? അതുണ്ട്. പക്ഷെ ഏട്ടന് പറയാൻ തോന്നുവാണെങ്കിൽ പറഞ്ഞാ മതി. ശരിയായ സമയം വരുമ്പോ ഞാൻ തന്നെ എല്ലാം നിന്നോട് പറയാം. തൽക്കാലം അതുവരെ ഞാനൊന്നും ഏട്ടനോട് ചോദിക്കില്ലെന്നറിയാലോ. താങ്ക് യു. ഏട്ടൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. മുഖമൊക്കെ വല്ലാതായി. എന്നിട്ട് വിശക്കുന്നില്ലെന്നും പറയുന്നു. ഏട്ടന്റെ വേദന ശരീരത്തിലല്ല, മനസ്സിലാണെന്ന് എനിക്ക് ബോധ്യായി. ആ വേദനകൾ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഏട്ടന് ഉറപ്പുണ്ടെങ്കിൽ ഏട്ടന്റെ വേദനയിൽ പങ്കുകൊള്ളാൻ ഞാൻ എപ്പോഴും തയ്യാറായേട്ടാ. എന്റെ വേദനകൾ പങ്കിടാനായിട്ട് ഇപ്പൊ താനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല വസുന്ധര. ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് വേദനയാണെങ്കിൽ ഇനി എന്താണെങ്കിലും തീർച്ചയായും ഞാനത് തന്നോട് പറയും. തന്നിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ മറച്ചു വെക്കില്ല. ഏട്ടൻ എന്നോട് പറയണമെന്നുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? ആ ഫോൺ ചെയ്തയാൾ ആരാ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അഖിൽ. സംശയമൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യണം. ഓക്കെ ആന്റി. ഒരു സാഹചര്യത്തിലും ഭാസ്കരേട്ടൻ നമ്മുടെ പ്ലാൻ സ്പോയിൽ ആക്കരുത്. ബി കെയർഫുൾ. ഓക്കെ. ഏട്ടാ, ഏട്ടാ, ഏട്ടാ. എന്താ അഖിൽ, നിങ്ങൾ മൂന്നുപേരും എവിടെ പോയിരുന്നു? ഒരു ചെറിയ ബിസിനസ് ഡീലിനാ ആന്റിയും കാർത്തികയും ഞാനും കൂടെ പോയിട്ട് വന്നത്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. നിന്നെ വിളിച്ചാ അവരുടെ രഹസ്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ടാ നിന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയിട്ട് വരുന്നത്. ഇളയം വന്ന് വായടക്കുന്നുണ്ടോ? ഭാസ്കരേട്ടൻ അറിയാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ല ആന്റി. അഖിലിന് ഏറ്റവും വലുത് രക്തബന്ധമാ. അത് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങളൊക്കെ. ഞങ്ങൾ പോയത് ഒരു ചെറിയ ഡീലിനായിരുന്നു ഏട്ടാ. അത്രയും ചെറിയ കാര്യത്തിന് ഏട്ടനെ ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയാ പറയാതിരുന്നത്. ഈ ബ്രീഫ് കേസിൽ 50 ലക്ഷം രൂപയുണ്ട്. നാളെ രാവിലെ ഫാക്ടറിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാ. ഇത് ഇന്ന് രാത്രി ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. ഇത്രയും കാശ് എന്തിനാ ഏട്ടന്റെ കയ്യിൽ കൊടുക്കുന്ന അഖിൽ? അത് ഭാസ്കരേട്ടൻ മുതിർന്ന ആളല്ലേ, അതുകൊണ്ടാ. കാശ് ആരുടെ ഇരുന്നാലും കുഴപ്പമെന്താ? മുതിർന്നവരുടെ കയ്യിലിരിക്കുന്നതല്ലേ സിസ്റ്റർ നല്ലത്. ഇനി ഇവിടെ എന്ത് കാര്യം നടക്കുകയാണെങ്കിലും ഏട്ടൻ മുഖാന്തരമാവും നടക്കുക. ഏട്ടൻ കഴിഞ്ഞേ ഞാനുള്ളൂ. എല്ലാ തീരുമാനവും ഏട്ടൻ്റെതായിരിക്കും. ഞാൻ ജസ്റ്റ് ഏട്ടനെ ഫോളോ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. എന്താടോ കൊച്ചുമോനെ, ഭാസ്കറിനെ പുകഴ്ത്തി മലമുകളിൽ കയറ്റുവാണല്ലോ. അവനെന്റെ അനിയനാ. എന്നെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നും അവനില്ല. എടാ, അവര് നിന്നെ നശിപ്പിക്കാനായിട്ട് പ്ലാൻ ഇടുകടാ. ഒന്ന് ചിന്തിക്കണം നന്നായി. എന്റെ അനിയൻ എന്നോടൊന്നിനും അങ്ങനെയൊക്കെ ചെയ്യുന്നേ. ആ, എന്താ നിങ്ങളെ രണ്ടുപേരും കൂടി അഭിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ? അവൻ പുറത്തുനിന്നുള്ളവനാ. ഞങ്ങൾ രണ്ടൊരു സഹോദരങ്ങളാ.
അവൻ പുറത്തുള്ള ഒരാളായതുകൊണ്ടാ നിങ്ങൾ എന്ത് ചെയ്തിട്ട് അവൻ മിണ്ടാതിരിക്കുന്നത്. അതേസമയം സഹോദരങ്ങളായിരുന്നെങ്കിൽ തമ്മിൽ ചതിക്ക വല്ലതും ചെയ്താ ഇവിടെ ഒരു യുദ്ധം തന്നെ ഉണ്ടായേനെ. ആദ്യം അതൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്റെ ജീവൻ പോയാലും ഏട്ടനെ ഞാൻ ചതിക്കില്ല, എതിർക്കുകയില്ല. എടാകിലേ അനിയനെന്ന് പറഞ്ഞ നീയാടാ. ചക്കരക്കുട്ടൻ